ഹായ്, രാവിലെ തന്നെ ചെറുപയറും പുട്ടുമാണ് കേട്ടോ ഇന്ന്. അപ്പോൾ രാവിലെ പുട്ടും ചെറുപയറും ഉണ്ടാക്കാൻ വേണ്ടി പയർ ഞാൻ തലേദിവസം വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അത് കഴുകി വാരി കുക്കറിനകത്ത് ഇടുന്നതാണ് കേട്ടോ. കുറേ ദിവസമായി ചെറുപയർ കഴിച്ചിട്ട്. ചെറുപയർ മുളപ്പിച്ചൊക്കെ കഴിക്കലാണ് ഇവിടെ കൂടുതലും. പുട്ടിൻ്റെ കൂടെ അത്ര എടുക്കാറില്ല. കടലക്കറിയൊക്കെയാണ് പുട്ടിൻ്റെ കൂടെ ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. ചെറുപയർ മുളപ്പിച്ച് കഴിക്കുന്നതാണ് ഇഷ്ടം. ഇന്നിപ്പം ഒന്ന് മാറ്റി പിടിച്ചേക്കാമെന്ന് വെച്ചു. ഇന്ന് പൊന്നൂന് പരീക്ഷയുണ്ട് കേട്ടോ. അത് കാരണം രാവിലെ തന്നെ ഞാൻ ചെറുപയറും പുട്ടും ഉണ്ടാക്കാമെന്ന് വെച്ചു. ഉള്ളി ചതയ്ക്കുന്നതാണ്. കല്ലിനകത്തേക്ക് ഊതിയതാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ചെറിയൊരു വെള്ളമയം ഉണ്ടായിരുന്നു, അപ്പോൾ കളഞ്ഞതാണ്. അല്ലെങ്കിൽ ഓർക്കുമ്പോൾ ഇതെന്താ ഇടുങ്കല്ലിനകത്ത് തുപ്പിയിടണം. അപ്പോൾ 2 വിസിലടിച്ചപ്പോഴത്തേക്കും പയർ വെന്തു കേട്ടോ. പുട്ടിന് പൊടി ഞാൻ നൈസ് പൊടി ആയതുകൊണ്ട് വാട്ടിയിട്ടാണ് പുട്ടുണ്ടാക്കുന്നത്. അതാണ് ആ ഇടിയപ്പത്തിനൊക്കെ കുഴക്കണ പോലെ പുട്ടെന്ന് പറഞ്ഞിട്ട് ഇടിയപ്പം ഉണ്ടാക്കുകയാണോ എന്ന് വിചാരിക്കും. അല്ല, പുട്ടിന് വേണ്ടി തന്നെയാണ്. അല്ലാതെ പുട്ടുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നെഞ്ചരിച്ചിലൊക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് തരിപ്പുട്ടല്ലെങ്കിൽ പുട്ട് കഴിക്കുമ്പോൾ നെഞ്ചരി. അതിനുവേണ്ടി ഞാൻ ഇങ്ങനെ ചൂടുവെള്ളത്തിലിട്ട് പൊടിയൊന്ന് വാട്ടിയിട്ട് മിക്സിയിൽ അടിച്ചെടുക്കും. എളുപ്പമാണ്, വൈകുന്നേരം വരെ സോഫ്റ്റായിട്ടിരിക്കുകയും ചെയ്യും കേട്ടോ പുട്ട്. ഇപ്പോൾ പയർ വെന്തിട്ടുണ്ട്. ഉള്ളിയും മുളകും ഇടിച്ചിട്ട് നമുക്ക് പയർ ഒലത്തിയെടുക്കാം. അതോടൊപ്പം പുട്ടും ഈ കുക്കറിൻ്റെ ഇതിനകത്ത് തന്നെ പുട്ടും വയ്ക്കാം, ചിരട്ടപ്പുട്ട് പോലെ. അപ്പോൾ എളുപ്പപ്പണികളാണ് കേട്ടോ. ഇന്ന് മുത്തെഴുന്നേറ്റ് വന്നിട്ടുണ്ട്. രാവിലെ ഇന്ന് സംസ്കൃതത്തിൻ്റെ എക്സാമാണ് പൊന്നൂന്. പിന്നെ കഴിഞ്ഞ ദിവസം സംസ്കൃതത്തിൻ്റെ സ്കോളർഷിപ്പ് കിട്ടിയായിരുന്നു കേട്ടോ. അപ്പം നിങ്ങളോട് എല്ലാവരോടും അതുകൂടെ പറയാമെന്ന് വെച്ചു. എല്ലാവരും പ്രാർത്ഥിക്കണം നന്നായിട്ട് പഠിക്കാനൊക്കെ ആയിട്ടെ. പിന്നെ ഇപ്പം എല്ലാവർക്കും നോയമ്പും മുസ്ലിംസിൻ്റെ ഇപ്പം 30 നോയമ്പൊക്കെയാണല്ലോ. നോയമ്പ് ഇപ്പോൾ 10 ദിവസമോ 7 ദിവസം കണ്ടായെന്ന് തോന്നുന്നു. എല്ലാവരും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കഷ്ടതയും ദുരിതമൊക്കെ അനുഭവിച്ചിരിക്കുകയാണ്. ഇടയ്ക്കൊക്കെ നമ്മൾ മറ്റുള്ളവരുടെ കഷ്ടപ്പാടൊക്കെ അറിയണ്ടേ. എന്തായാലും ഈ നോമ്പ് നോക്കുന്ന എല്ലാവർക്കും ഈ പുണ്യമാസത്തിൽ എല്ലാവർക്കും നല്ലത് വരുത്തട്ടെ എന്ന് ആശംസിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് പയറിനൊക്കെ ആയിട്ടുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ ഞാൻ ഉച്ചക്കത്തേക്കുള്ള മീൻ കറി റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. കാരണം ഇന്നലെ മീൻ വാങ്ങിച്ചായിരുന്നു. മീൻ വാങ്ങിച്ചെങ്കിലും കറി വയ്ക്കാൻ പറ്റിയില്ല, കാരണം വൈകുന്നേരമായിട്ടോ എത്തിയപ്പോൾ. എല്ലാം ക്ലീൻ ചെയ്തൊക്കെ ഫ്രിഡ്ജിൽ വെച്ചു. രാവിലെ തന്നെ പയറാകുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെ മീൻ കറിയും വെച്ചു കേട്ടോ. പിന്നെ ചീര തോരൻ വയ്ക്കാനിരിക്കണ്ടായിരുന്നു. അപ്പം ചീര തോരനും ഉണ്ടാക്കി. ഉച്ചക്കത്തേക്ക് മീൻ കറിയും റെഡിയാക്കി. പയർ ശരിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പൊന്നൂന് ഞാൻ പുട്ടും പയറും കൊടുക്കട്ടെ. ഇതാണ് ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഉച്ചയ്ക്ക് പരീക്ഷ കഴിഞ്ഞെത്തിയ പൊന്നൂന് അടുത്ത ട്രിപ്പത്തെ ഫുഡ് കൊടുക്കാം. എന്ത് മീനാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല കേട്ടോ. എല്ലാ തരം മീനും കൂടെ മിക്സറായിട്ട് വാങ്ങിച്ചതാണ്. അപ്പം നല്ല ചീരത്തോരനുണ്ട്. ബായ്, ഇത്രയേ ഉള്ളൂ.